ആതിരെ, വയനാട് ഒരു മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയായിട്ട് സഹോദരന്മാരുടെ ഭാര്യമാരാണ് നിൽക്കുന്നത്. അതായത് ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേരാണ് രണ്ട് പാർട്ടികളിലേക്ക് നേർക്കുനേർ നിന്ന് മത്സരിക്കാൻ എത്തുന്നത്. ഇത് മാത്രമല്ല, ഇതിനു മുൻപ് മറ്റു പലയിടങ്ങളിലും ഇത്തരത്തിൽ സഹോദരങ്ങൾ രണ്ട് പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ സന്ദേശം സിനിമയാണ് നമുക്ക് ഓർമ്മ വരിക. ഇത്തരത്തിൽ രണ്ട് പാർട്ടികളിലേക്ക് ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ നിൽക്കുമ്പോൾ ഇത് രാഷ്ട്രീയ നേട്ടം എന്നതിനേക്കാൾ ഉപരി ആര് ജയിച്ചാലും കുടുംബത്തിലാണല്ലോ ഗുണം എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കും. ആ ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കും എന്താ പറയാ, രാഷ്ട്രീയത്തിൽ ശരിക്കും കുടുംബ ബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ്. കാരണം ഒരേ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ പല പാർട്ടിയില് പല നേതൃത്വങ്ങളിൽ മത്സരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു രാഷ്ട്രീയവും കുടുംബ ബന്ധങ്ങളും വേറെ ആയിരിക്കും എന്നുള്ളൊരു രീതി തന്നെയാണ്. പിന്നെ ഇവിടെ അങ്ങനെ അതെ, ഇവര് പറയുന്നുണ്ട് എന്താണ്, കുടുംബ ബന്ധത്തിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബ ബന്ധത്തിൽ ഇത് ബാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം പ്രാവർത്തികമായിരിക്കും? പ്രാവർത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓരോ രാഷ്ട്രീയ നിലപാടനുസരിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പിന്നെ ആകെ ഉള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പൊ ഒരു ഫാമിലി ആവുമ്പോ ഫാമിലിയിലുള്ള വോട്ടുകൾ എങ്ങോട്ടാ പോകുന്നെന്നുള്ള ഒരു വിഷയമായിരിക്കും. കാരണം ഇവര് ഇപ്പൊ രണ്ടും സഹോദരങ്ങളായതുകൊണ്ട് ഇവരുടെ തന്നെ അച്ഛൻ, അമ്മ, മക്കള് അവർക്കൊക്കെ ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. വീട്ടിൽ നിന്ന് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം തന്നെയായിരിക്കും. പിന്നെ ആര് ജയിച്ചു കഴിഞ്ഞാലും, അവസാനം ജയിച്ചു കഴിയുമ്പോൾ ആര് ജയിച്ചു കഴിഞ്ഞാലും പ്രശ്നമില്ല, ഒരു പരിഭവം ഉണ്ടാവുന്നില്ലല്ലോ. വീട്ടിലെ ഒരാള് തന്നെയാണല്ലോ അവിടെ ജയിക്കുന്നത് എന്നുള്ളൊരു ആശ്വാസമാണ് ഉണ്ടാവുന്നത്. അല്ല, ഇപ്പൊ ഇവര് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പൊ കുടുംബ ബന്ധമായിട്ട് ഇതിന് നമുക്ക് കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യം വരില്ല, കുടുംബ ബന്ധത്തിൽ ഇത് ഏൽക്കില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് മുരളീധരന്റെയും പത്മജ വേണുഗോപാലിന്റെയും കുടുംബത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ പറയുന്നത് രാഷ്ട്രീയം ഓരോരുത്തർക്കും വ്യക്തിപരമായ താല്പര്യമാണ്. ഇപ്പോൾ എന്റെ രാഷ്ട്രീയം ആയിരിക്കണമെന്നില്ല ആതിരയ്ക്കുള്ളത്. സ്വാഭാവികമായും ഞാൻ താല്പര്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കില്ല ആതിര ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പത്മജ വേണുഗോപാൽ ആണെങ്കിൽ BJP-യിലേക്ക് പോയതിനു ശേഷം സഹോദരനും സഹോദരിയും തമ്മിൽ മിണ്ടിയിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പരസ്പരം പറയുന്ന അഭിപ്രായങ്ങളെല്ലാം വിരുദ്ധപരമായ അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ തന്നെ ഒരു കുടുംബത്തിൽ നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പായാലും സ്ഥാനം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് ഏറി കഴിയുമ്പോൾ ഈ കാണുന്ന സാഹോദര്യം ഉണ്ടാകുമെന്ന് എന്താ ഉറപ്പുള്ളത്? ഇത് ഇപ്പോ ഈ തദ്ദേശത്തിന് മുമ്പ് തന്നെ ഇപ്പൊ ഒരു കുടുംബത്തിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് തന്നെയായിരിക്കും. പിന്നെ ഈ മുരളീധരന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ മക്കളാവുമ്പോൾ ഓൾറെഡി കോൺഗ്രസ് പാരമ്പര്യമേ അവിടുന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ ചെറുപ്പം മുതൽ. അത് ഒക്കെ ഒരു രാഷ്ട്രീയപരമായ ഒരു പൊളിറ്റിക്കൽ അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ചിന്തിക്കുന്നേ ഉള്ളൂ. കാരണം കോൺഗ്രസ് രാഷ്ട്രീയം കണ്ടു വളർന്ന മക്കൾ എന്തുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നില്ല എന്നൊരു ചോദ്യമൊക്കെ വരുന്നത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളെ, അത്തരം ആൾക്കാരെ മാത്രം നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പൊ മേനകാ ഗാന്ധിയുടെ വിഷയമാണെങ്കിലും അതൊക്കെ അങ്ങനെയാണ് ശരിക്കും നോക്കി കാണുന്നത് ആൾക്കാര്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, നിങ്ങൾ ഏറ്റവും ബേസിൽ, ഇപ്പൊ ഹർഷയുടെ വീട്ടിലൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്, അതാണ് ചെറുപ്പം മുതൽ ഹർഷ കാണുന്നത്. അല്ലെങ്കിൽ ഹർഷയുടെ ഇപ്പൊ നേതൃത്വങ്ങളും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും എന്തായിരിക്കും പുറത്തുനിന്നുള്ള ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ആൾക്കാർ. പക്ഷെ എത്ര ആൾക്കാരുണ്ട്, മിക്ക രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്കാണെങ്കിലും അവരുടെ കുടുംബത്തിലുള്ളവർക്ക് ഇത്ര രാഷ്ട്രീയ നിലപാടുകളൊന്നുമില്ല. പലർക്കും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പരസ്യ പിന്തുണയ്ക്ക് പോലും പലരും ഇതുവരെ ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ ചുരുക്കമായിരിക്കും. ഇതിനകത്തിൽ ഇപ്പൊ ഇവര് ഒരു പാർട്ടി സ്ഥാനത്ത്, ഇപ്പൊ രണ്ടുപേരും ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പാർട്ടി നിലപാടിൽ വിശ്വസിച്ചിട്ട് ഒരാള് ഇലക്ഷൻ എടുക്കുന്ന ഒരു സമയത്തേക്ക് മറുകണ്ഠം ചാടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു ചർച്ചാ വിഷയമായി. അതെ, അത് മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് രണ്ട് മണ്ഡലങ്ങളിൽ ഒരേ പാർട്ടിയിൽ മത്സരിക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ലായിരുന്നു എന്നുള്ളതാണ്. ഇത് രണ്ട് പാർട്ടിയിൽ ഒരേ മണ്ഡലത്തിൽ നേർക്കുനേർ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന രണ്ടുപേര് പിന്നീട് രണ്ട് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് പല വീടുകൾ കയറി ഇറങ്ങുന്നതൊക്കെ ആകെയുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യക്തിഹത്യ ഉണ്ടാവൂല എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. ഇതിനകത്തിൽ ആശ്വസിക്കാൻ പറ്റും. പക്ഷെ നമുക്കത് പറയാൻ സാധിക്കില്ല. പാർട്ടി രാഷ്ട്രീയമാണ്, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ പ്രചരണം ഉണ്ടാവാൻ പോകുന്നത്, ഇത്ര നാളും ഏത് പാർട്ടിയാണോ നിലവിൽ ആ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എന്തുകൊണ്ട് ഇത്തരം പുരോഗമനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എന്ത് വികസനങ്ങളാണ് ഉണ്ടായത്, അപ്പൊ അവിടെയുള്ള അഴിമതികളൊക്കെ എടുത്ത് കാണിക്കാനേ നോക്കുള്ളൂ. അല്ലാതെ ആ ഒരു സ്ഥാനാർത്ഥി എന്തെങ്കിലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചൊരു വീട്ടിലേക്കല്ല പോകാനുള്ളത്. അപ്പൊ അവിടെ വന്നിട്ടും ഒരു പ്രചാരണാർത്ഥം പറയാണ്, ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അത്ര അടപടലം ഇതാണ്, മോശമാണ്, അങ്ങനെ എന്തായാലും ഈ പരസ്പരം പറയില്ല. അതെ, പരസ്പരമുള്ള ഒരു കരിവാരത്തേക്കാൾ ഒരു കാര്യം മാത്രമേ ഇതിനകത്തിൽ ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ പറയുകയും എന്തായാലും രണ്ടുപേർക്കും പരസ്പരം ജയിക്കണമെന്ന് തന്നെ ആയിരിക്കും ആഗ്രഹം.
എന്തായാലും ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റേയാള് എന്താ തോറ്റു കൊടുക്കുന്ന രീതിയൊന്നും ഉണ്ടാവില്ലല്ലോ. പാർട്ടി അടിസ്ഥാനത്തിൽ വെറുതെ അങ്ങനെ സീറ്റ് ഒന്നും ആർക്കും കൊടുക്കുന്ന ഒരു രീതിയൊന്നും തദ്ദേശത്തിൽ എന്തായാലും ഉണ്ടാവില്ല. ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും മറ്റൊരു RJD ആണല്ലേ. അപ്പൊ അതിനാണെങ്കിലും ഇവരെ പിക്ക് ചെയ്തെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും ഏതെങ്കിലും രീതിയിലൊക്കെ വാച്ച് അല്ല, ഈ രണ്ടുപേരും കുടുംബശ്രീയില് സജീവമായി പ്രവർത്തിക്കുകയും അതിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ ഇടയിലേക്ക് അറിയപ്പെടുകയും ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ മണ്ഡലത്തില് കോൺഗ്രസിനായിരിക്കും ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത്. നവനീത് വയനാടാണ്. സ്വാഭാവികമായും വയനാട് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് മേൽക്കോയ്മയുള്ള സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു മണ്ഡലമാണെങ്കിൽ പോലും വയനാടിന് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസിന് ഒരു ചായ്വുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ തദ്ദേശ സമയത്ത് ആ ഒരു ചായ്വിന് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണയും ഭരണം പിണറായി സർക്കാരിന് തന്നെ വീണ്ടും കിട്ടാനുള്ള കാരണം അതുകൊണ്ടാണ്. ഈ തദ്ദേശ തലങ്ങളിലേക്ക് വരുമ്പോ അത്തരം ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് പാട് തന്നെയാണ്. കാരണം കോൺഗ്രസ് ചായവുള്ള സ്ഥലങ്ങളാണെങ്കിലും വാർഡ് തലങ്ങളാണെങ്കിലും പഞ്ചായത്ത് തലങ്ങൾ എടുക്കുകയാണെങ്കിലും പലതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈകൾക്കിടയിൽ തന്നെയാണ്. വയനാട് പിന്നെ BJPക്ക് അധികം ഒരു ഇൻഫ്ലുവൻസ് അധികം പഞ്ചായത്തുകൾ ഇല്ലെങ്കിലും ചില പഞ്ചായത്തുകളൊക്കെ BJP ഭരണത്തിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. അല്ല, ഇനി അടുത്ത ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ ഇനി BJP സ്ഥാനാർത്ഥി ഇവരുടെ കുടുംബത്തിലെ മറ്റേതെങ്കിലും വ്യക്തികളാകുമോ എന്നുള്ളൊരു സംശയം കൂടിയാണ്. ഇത്തരം ത്രികോണ മത്സരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില വാർഡുകളിലും നടക്കുന്നുണ്ട്. കാരണം ഒരു നിസ്സാര വോട്ടുകൾക്ക് ഒരു 10 വോട്ട് 20 വോട്ടിനൊക്കെ തോറ്റു പോകുന്ന സ്ഥലങ്ങളില്ലേ. അപ്പൊ കുടുംബത്തിൽ നടക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം അപ്പൊ യാതൊരു വിജയ സാധ്യത ഉണ്ടാവില്ല ആ ഒരു പാർട്ടിക്ക്. ഇപ്പൊ CPM-നെ സംബന്ധിച്ച് CPM-ന് വലിയ ഓളം ഇല്ലാത്തൊരു വാർഡാണ് ഇതെങ്കിൽ ഒരേ കുടുംബത്തിലുള്ള ഇപ്പൊ കോൺഗ്രസ് നിർത്തുന്ന ആൾക്കാരുടെ ഒരേ കുടുംബത്തിൽ നിന്ന് അടുത്ത ആളെ നിൽക്കുമ്പോ എന്തായാലും ഒരു വ്യക്തികളെ ആലോചിച്ച് നിങ്ങൾ കുറച്ച് വോട്ട് കിട്ടത്തില്ലേ. അപ്പൊ മേ ബി 10 വോട്ടങ്ങൾ ഇപ്പുറത്തേക്ക് കൂടുവാണെങ്കിൽ അങ്ങനെ ജയിക്കുന്ന കുറെ വാർഡുകളുണ്ട്. ആ വാർഡിന്റെ കൂട്ടത്തിൽ വല്ല ആയിരിക്കും ഒരേ സഹോദരിമാരെയൊക്കെ നിർത്തി കാണാൻ ഒരു കാരണം വേറെ സ്ഥാനാർത്ഥികൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഓരോ വാർഡുകളിലും എത്ര ആൾക്കാരാണ്. ഇപ്പൊ CPM-നാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ഈ കുറെ കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പ്രവർത്തകരുണ്ട്. ഇപ്പൊ കുടുംബശ്രീ അംഗങ്ങളെ അതുപോലെ ആശാ വർക്കർമാരെ അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക. ഇത്തരം വലുതായിട്ട് പരിചയപ്പെടുത്തണ്ട തൊഴിലുറപ്പ് അവിടെ ആ ഇടങ്ങളില് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ ചൂസ് ചെയ്തെടുത്ത് പിക്ക് ചെയ്തെടുത്തൊക്കെ മത്സരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടെ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് വീണ്ടും മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. തദ്ദേശം വന്നു കഴിഞ്ഞാൽ നിയമസഭ വന്നാലും അണികളായിട്ട് തന്നെ നിൽക്കുക. അതെ, ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം അധികാരം കിട്ടുക, ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം അവസരങ്ങൾ കിട്ടുക, ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടി ചുക്കാൻ പിടിച്ചുകൊണ്ട് പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കുറെ ആളുകൾ. പക്ഷെ അവരെയൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടുള്ള ഈ നീക്കമാണ് ഇപ്പോൾ ഒരു പാർട്ടി എന്നല്ല എല്ലാ പാർട്ടികളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയും അധികാരത്തിൽ വരണം, എങ്ങനെയും ജയിക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എത്ര കഠിനാധ്വാനം ചെയ്യുന്നവരെയാണെങ്കിലും തഴഞ്ഞു കളയുന്ന ഒരു രീതി. ഇനിയിപ്പോ വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം ഇതിൽ ഈ പറയുന്ന സഹോദരങ്ങളെ മത്സരിക്കുന്ന ഒരു വേദിയിലേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കാം ഇവരുടെ മത്സര പോരാട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കുറച്ചുകൂടി രസകരമായിരിക്കും എന്ന് തോന്നുന്നു ഈ ഒരു മണ്ഡലങ്ങളിലെ വാർത്താ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ.